തികച്ചു സ്വർഗവേ വിരുദിനായി പറന്നിടും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധോ പറന്നിടും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധോ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഏറെ നാളായി കാൺമാനാശയാ കാത്തിരുന്ന എന്റെ പ്രിയനേ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ വീണകളേന്തി ദാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ വീണകളേന്തി ദാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ
രക്ഷകനായ യേശുവിൻ്റെയും അവിടുത്തെ മാതാവിൻ്റെയും തൻ്റെ മാതാപിതാക്കന്മാരുടെയും കൂടെയാണ് ഫാദർ ടോം അല്ലെങ്കിൽ തോമാച്ചൻ എന്നൊക്കെ സ്നേഹിതരും അടുത്ത ബന്ധുക്കളും സഭയിലെ അംഗങ്ങളെല്ലാം വിളിക്കുന്ന ഫാദർ തോമസ് കൊച്ചേരി കഴിഞ്ഞ ശനിയാഴ്ച പതിവ് പോലെ അതിരാവിലെ എഴുന്നേറ്റ് ഇൻ്റർനെറ്റിലൂടെ പത്രങ്ങളെല്ലാം വായിച്ചു. 7 മണിക്ക് കാപ്പി കുടിക്കാൻ വന്നു. ഫാദർ M.A. ജോസഫും തോമസ് അച്ഛനും ഒരുമിച്ചാണ് സാധാരണ കാപ്പി കുടിക്കുന്നത്. ആ സമയത്ത് തോമസ് അച്ഛൻ താൻ രാവിലെ വായിച്ച ന്യൂസ് എല്ലാം ജോസഫ് അച്ഛനുമായിട്ട് ഷെയർ ചെയ്യും. തലേ ദിവസം അവർ രണ്ടുപേരും ഒരുമിച്ച് സന്ധ്യയായപ്പോൾ ദിവ്യബലി അർപ്പിച്ചു. സാധാരണ പ്രസംഗം ഒന്നുമില്ലെങ്കിലും അന്ന് തോമസ് അച്ഛൻ സുവിശേഷത്തെ ആസ്പദമാക്കി വചനം പങ്കുവച്ചു. യേശു 5 അപ്പം 5000 പേർക്ക് നൽകിയ സംഭവമായിരുന്നു സുവിശേഷ ഭാഗം. കുർബാനയാകുന്ന അപ്പം സ്വീകരിക്കുന്ന നമ്മൾ മറ്റുള്ളവർക്ക് അപ്പമായി തീരണം എന്ന് അച്ഛൻ പറഞ്ഞു. കാപ്പികുടി കഴിഞ്ഞ് അച്ഛൻ മുറിയിലേക്ക് പോയി. പതിവായി മരുന്ന് സപ്ലൈ ചെയ്യുന്ന മിസ്റ്റർ അൽഫോൺസിനെ ഫോൺ വിളിച്ച് ചില മരുന്നുകൾക്ക് ഓർഡർ കൊടുത്തു. അന്ന് വിവിധ കാര്യങ്ങൾക്കായി ഫാദർ ദേവസ്യ, ഇവിടുത്തെ റെക്ടർ, മറ്റു വൈദ്യരെല്ലാം വിവിധ പള്ളികളിൽ പോയിരുന്നു. 8:30 മണിയായപ്പോൾ ജോസഫ് അച്ഛൻ തോമസ് അച്ഛൻ്റെ മുറിയിൽ ചെന്ന് വിളിച്ചെങ്കിലും ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു. അച്ഛൻ ഉറങ്ങുകയാണെന്ന് കരുതി. പിന്നീട് ഏതാണ്ട് 12 മണിയായപ്പോൾ അച്ഛനുമായിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുള്ള അഡ്വക്കേറ്റ് മിസ് എൽസമ്മ എത്തി. ഇതിനിടയ്ക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്ന ആൾ അച്ഛൻ ഉറങ്ങുകയാണെന്ന് കണ്ടപ്പോൾ മരുന്ന് മേശപ്പുറത്ത് വെച്ചിട്ട് പോയി. മുറി തുറന്നു കിടക്കുകയായിരുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും അനക്കൊന്നും കാണാതായപ്പോൾ എൽസമ്മ അച്ഛനെ തൊട്ട് നോക്കിയപ്പോൾ ഉടനെ ജോസഫ് അച്ഛനെ വിളിച്ചു വരുത്തി. എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയ രണ്ടുപേരും ഉടനെ ഡോക്ടർ ഹെലനെ കോണ്ടാക്ട് ചെയ്തു. ഡോക്ടർ ഹെലന് ഉടനെ എത്താൻ സാധിക്കാഞ്ഞതുകൊണ്ട് മഠത്തിലെ സിസ്റ്റർ ജോളിയെ വിളിച്ചു. പിന്നെ അവിടുത്തെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ മേരിക്കുട്ടിയെ എത്തിച്ചേർന്നു. അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിച്ചു. പക്ഷെ അപ്പോഴേക്കും ഡോക്ടർ ഹെലൻ സ്ഥലത്തെത്തി അച്ഛൻ്റെ ദേഹവിയോഗം സ്ഥിരീകരിച്ചു. ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. നല്ല ഒരു ഒരുക്കത്തോടു കൂടി തന്നെ. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് താൻ മരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്യണം, അവരുടെ ഫോൺ നമ്പേഴ്സ് എല്ലാം വിശദമായി കുറിച്ചു വെച്ചു. അങ്ങനെ തോമസ് അച്ഛൻ ഈ ലോകത്തിലെ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി നിത്യസമ്മാനത്തിനായി യാത്രയായി. ഇപ്പോൾ തോമസ് അച്ഛനെ കുറിച്ച് ഒരു അനുസ്മരണ സന്ദേശം നൽകാനായി ഫാദർ ജോസ് കളിയിക്കലിനെ ക്ഷണിക്കുന്നു. ഈ സമയത്ത് വൈദികർ, ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന വൈദികർ ദയവായിട്ട് മുൻവശത്തേക്ക് നിന്ന് കുർബാന കുപ്പായം അണിയാൻ അഭ്യർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളെ, സന്യാസ സഭാംഗങ്ങളെ, ട്രേഡ് യൂണിയൻ സുഹൃത്തുക്കളെ,
ദേശീയ അന്തർദേശീയ സംഘപ്രതിനിധികളെ, പ്രിയമുള്ള സഹോദരികളെ, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, സുഹൃത്തുക്കളെ, ഫാദർ തോമസ് കോച്ചേരി എന്ന ടോം ആരാണ് ടോമച്ചൻ? ആരാണ് ടോം എനിക്ക് എന്ന ചോദ്യത്തിന് ഉത്തരം താരതമ്യേന എളുപ്പമാണ്. കഴിഞ്ഞ 40 വർഷങ്ങളോളം പരിചയിച്ച ഈ വ്യക്തിത്വത്തെ സഹകരിച്ച, അടികൂടിയ, ശണ്ഠ കൂടിയ, ജനമധ്യത്തിൽ ഇറങ്ങി നിന്ന് തൊഴിലാളികളോടൊപ്പമായിട്ട് സഞ്ചരിച്ച ഈ വ്യക്തിത്വം എനിക്ക് ആരാണ് എന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് ഉത്തരം പറയാൻ എനിക്ക് സാധിക്കും. എന്നാൽ ടോം ആരാണ് എന്ന് കൃത്യമായി ചോദിച്ചാൽ ടോമിനെ പരിചയപ്പെടുത്തുക, നിർവചിക്കുക അസാധ്യമാണ് എനിക്ക്. ആ ചിന്തയാണ് എനിക്കുള്ളത്. ഒരുപക്ഷെ ടോമിനെ അറിയുന്ന എല്ലാവരും തന്നെ അത് പറഞ്ഞു നിർത്തും, തികച്ചും അസാധ്യമാണ് അത് എന്ന്. ടോം ആരാണ് എന്ന് നിർവചിക്കുക. കാരണം ഈ ഇരിക്കുന്ന ലോകത്ത് ഏറെ പ്രദേശങ്ങളിൽ ഈ നേരത്ത് ടോമിൻ്റെ മരണം അനുഭവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയും ടോമിനെ നിർവചിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും എന്ന് തീർച്ചയാണ്. നിശ്ചയം ജീവിതത്തിൻ്റെ വിവിധ കാലയളവുകളിൽ ടോമിനെ പരിചയിച്ച നാം ഓരോരുത്തരും കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ 74 വർഷത്തിനിടയിലുള്ള 50ഉം 60ഉം 30ഉം ഒക്കെയായ കാലഘട്ടങ്ങളിൽ സഹകരിച്ച് ജീവിച്ചും പ്രവർത്തിച്ചും ടോമിനെ അനുഭവിച്ചത് വളരെ വളരെ വ്യത്യസ്തതയോടെ ആയിരിക്കും. തുടങ്ങിയ കാലങ്ങളിൽ നിന്ന് ഇന്ന് നിൽക്കുന്നിടത്ത് ടോമിനെ നാം നിർവചിക്കുന്നത് വ്യത്യസ്തതയോടെ ആകും എന്നും തീർച്ചയാണ്. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെന്ന് വരികിൽ പരിചയപ്പെട്ട കാലയളവിൽ ആരാധനയുടെ തലങ്ങളിലാണ് എൻ്റെ ബന്ധത തുടങ്ങുക. ഇന്നത് എത്തി നിൽക്കുന്നത് പഴയ നിയമത്തിലെ രാജദർശനത്തിൽ കണ്ട ആകാശത്തോളം പൊങ്ങി നിൽക്കുന്ന ഒരു പ്രതിമയുടെ രൂപ സങ്കല്പത്തിൽ തന്നെയാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 31 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന ആ പ്രതിമയുടെ ശിരസ് തങ്കം കൊണ്ട്, മാറിടവും കരങ്ങളും വെള്ളി കൊണ്ട്, വയറും തുടകളും ഓടുകൊണ്ട്, കാലുകൾ ഇരുമ്പ് കൊണ്ട്, പാദങ്ങൾ ഇരുമ്പും കളിമണ്ണും കൊണ്ട്. ടോമിന്റെ വ്യക്തിത്വത്തിന്റെ നിർവചനം വളരെ സമ്യക്കായിട്ട് സമഗ്രമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രതീക രൂപമാണത് എന്നാണ് ഞാൻ ചിന്തിക്കുക. ഞാൻ തുടങ്ങട്ടെ. ടോമിനെ ഈ കിടക്കുന്ന പൗരോഹിത്യ വേഷവിധാനങ്ങളിൽ ആയിരിക്കുന്ന സന്ദർഭങ്ങൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഏറെ പേരും അനുഭവിച്ചിട്ടുണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ ഇത് ഈ വിധത്തിൽ ഒരു ഒറ്റപ്പെട്ട സന്ദർഭമാണ് എന്ന് ഞാൻ പറഞ്ഞു നിർത്തും. കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ ഒത്തിരി പഴയ സമരകാലത്ത് മുദ്രാവാക്യത്തിൽ പറഞ്ഞ കോച്ചേരിയച്ച നേതാവെ ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ എന്ന പ്രയോഗത്തിലെ ലക്ഷ്യങ്ങൾ അത് പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ കൈവിരലിൽ എണ്ണാവുന്നവരായിരുന്നിരിക്കും. മറ്റു ചില നേരങ്ങളിൽ കടലിൽ നിന്ന് അലയടിച്ച് കയറുന്ന തിരമാലകൾ ചിതറിക്കുന്ന കുമളകളുടെ 10,000 ആവുമെന്നും അറിയുമ്പോഴും ഒത്തിരി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും സഹകാരികളുടെയും സ്നേഹിതരുടെയും ഒക്കെ നിർവചനങ്ങൾക്ക് വാക്കുകൊടുക്കുവാൻ എനിക്കാവില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ ഞാനത് വിടുകയാണ്. ടോമിന്റെ നിശ്ചേതനമായി ശരീരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ അറിയുന്നു, ഇത് ഈ മനുഷ്യന്റെ ഒരൊറ്റപ്പെട്ട സന്ദർഭമാണ്, വേറൊന്നുമല്ല.
എല്ലാ നേരവും ചലിച്ചു നിൽക്കുന്ന, പ്രവർത്തിച്ചു നിൽക്കുന്ന വേദപുസ്തക പ്രയോഗത്തിലെ എൻ്റെ പിതാവ് നിരന്തരം അധ്വാനിച്ചിരിക്കുന്നു, ഞാനും വിശ്രമം അറിയുന്നില്ല എന്ന് പറഞ്ഞ ഒരു ശിരസും മനസ്സും ശരീരവുമാണ് ഈ മനുഷ്യന്റെ അസ്തിത്വം, സ്വരൂപം. യേശു ജീവരൂപത്തെ പൂർണ്ണമായും ആവേശിച്ച ടോമിനെ ആവേശിച്ച് മാത്രമേ ടോമിനെ കണ്ടിട്ടുള്ളൂ, ടോം ആയിരുന്നിട്ടുള്ളൂ. എപ്പോൾ കണ്ടുമുട്ടുമ്പോഴും എന്തെങ്കിലും പ്രത്യേകത, പുതിയത് സൃഷ്ടി ചെയ്യുന്ന, സൃഷ്ടിയുടേതായ ആ പുതുമകളെ അനുഭവിപ്പിക്കുന്ന, പുതുക്കുന്ന പ്രക്രിയയിലായിരിക്കും ടോം എന്നതാണ് ടോമിന്റെ സവിശേഷത. അടുത്ത കാലത്ത് നിങ്ങളുടെ മെയിലിൽ വന്ന ടോമിന്റെ മെസ്സേജുകൾ പരിശോധിച്ച് പറഞ്ഞോളൂ. പുതിയത് മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ബന്ധുതകളിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുക. പുതുമ എന്തെങ്കിലുമാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും പറഞ്ഞു വെക്കാനുണ്ടായിരുന്നത്, ചെയ്തു വെക്കാനുണ്ടായിരുന്നത്. അതായിരുന്നു ടോം. ടോമിന്റെ ശ്വാസത്തിലെ അവസാന നിമിഷം വരെയും ആ അപര രൂപങ്ങളിൽ ശ്വാസമൂതി നിശ്ചേതനയെ ജീവൻ സൂത്രമാക്കുന്ന ഒരു പ്രകൃതമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. അപരനിൽ വർണ്ണരൂപങ്ങളിൽ ശ്വാസമൂതി നിശ്ചേതനയെ ജീവനുറ്റതാക്കുന്ന പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്. ജീവൻ ജനിപ്പിക്കുന്ന ദൈവിക പ്രകൃതിയുടെ അവതാരവും കൂട്ടാളിയും സഹകാരിയുമായിരുന്നു ടോം. നമ്മിൽ ഒരാളും, ഈ കൂടിയിരിക്കുന്നതിൽ ഒരാളും ആ ജീവശ്വാസ മുതലിന്റെ അനുഭവത്തിൽ നിന്ന് വെട്ടി മാറ്റപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് ഉറച്ചു പറയാനാവും. ടോമിനെ ഈ അവസാന കാലങ്ങളിൽ ഭയങ്കരമായിട്ട് വിരോധിച്ചും എതിർത്തും നിൽക്കുന്നവർ പോലും അത് സമ്മതിക്കും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. എൻ്റെ കാര്യത്തിൽ ഇത് കൃത്യമാണ്, തീർച്ചയാണ്. ഈ മനുഷ്യൻ ഒത്തിരി നേരങ്ങളിൽ ജീവശ്വാസമൂതി ജീവൻ ജനിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ടോമിനെ അറിഞ്ഞു നിൽക്കുന്ന എല്ലാവരും ഇതിൽ സാക്ഷീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുക. പറയട്ടെ, അപ്പോഴും എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഈ മനുഷ്യന്റെ രൂപം കൃത്യമായി പറഞ്ഞാൽ പൗരോഹിത്യത്തിന്റെ വാഴ്ചക്രമത്തിൽ ഈ സ്വർണ്ണക്കുപ്പായവും സ്വർണ്ണക്കാസയും അല്ല. എൻ്റെ പഴയ ഒരു ഇടവകയിലെ ഒരു കൊച്ചു ബാലന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ആ മരക്കട്ടിലിൽ തോർത്തെടുത്ത് കിടക്കുന്ന മാമന്റെ രൂപമാണ് ടോം എന്നും ധരിച്ചിട്ടുള്ളത്. അതാ കുട്ടിയുടെ, എൻ്റെ ഇടവകയിലെ ആ കൊച്ചുകുട്ടിയുടെ കണ്ടുപിടുത്തമായിരുന്നു. ഞായറാഴ്ച ദിവസം അവന് പള്ളിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ കൂട്ടരെയൊക്കെ ഉണർത്തി പറയും, നമുക്ക് പോകണ്ടേ, ഉടുത്ത് കിടക്കുന്ന മാമന്റെ വീട്ടിലേക്ക് നമുക്ക് പോകണ്ടേ എന്ന്. ടോമിന്റെ ശരിയായ തനതായ രൂപം ആ തോർത്തെടുത്ത് കിടക്കുന്നവൻ്റെതാണ്. ഇക്കൂട്ടത്തിൽ എവിടെയോ സെലസ്റ്റിൻ സാർ ഉണ്ടാവണം, ആ വേദികരക്കാരൻ. നിശ്ചയമായിട്ടും ഈ ഇവിടെ ഇല്ലെങ്കിലും അദ്ദേഹം ഇവിടെയുണ്ട്. കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ യാഗാശ്വത്തെ അഴിച്ചുവിട്ട, തളയ്ക്കാമെങ്കിൽ തളച്ചോളൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് ഫാദർ പോൾ അറക്കലുമായിട്ട് ആലപ്പുഴക്കാരൻ അച്ഛനെ കൊച്ചിയിൽ നിന്ന് സമരജാഥ നയിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിലേക്ക് കൊണ്ടുവന്ന് കുടിൽകെട്ടി മത്സ്യത്തൊഴിലാളികളെ തിരുവനന്തപുരത്തിന് നഗരമധ്യത്തിൽ പ്രതിഷ്ഠിച്ച ആ ആദ്യ സമര കാലയളവില് അർത്തങ്കൽ കടൽ തീരത്ത് നിന്ന് അച്ചാണി വള്ളത്തിന്റെ ഒരംശവും എടുത്തുകൊണ്ട് ആദ്യമായി തീരത്തുകൂടി കടന്നു വന്ന ആ സമരജാഥയുടെ മുന്നിൽ നിന്നുകൊണ്ട് അലറി വിളിച്ച, ആക്രോശിച്ച ആ സിംഹഗർജനത്തിന്റെ ഉടയൻ അന്ന് അവൻ ഉണ്ടായിരുന്നത് പകൽ ഉടുക്കാൻ ഒരു വെള്ളവസ്ത്രവും രാത്രിയിൽ ഉടുക്കാൻ ഒരു ലുങ്കിയുമായിരുന്നു. സന്ധ്യയിൽ എവിടെയെങ്കിലും താവളമിടുന്നിടത്ത് ആ വെള്ളവസ്ത്രം ഊരി ഒരു കഷ്ണം കട്ട സോപ്പുമായിട്ട് അദ്ദേഹം ഒന്നുകിൽ ആറ്റിലേക്ക് പോകും, കടവിലേക്ക് പോകും, എവിടെയെങ്കിലും ചെന്നെത്തും. എന്നിട്ട് അത് കഴുകിയിടും, രാത്രി അത് ഉണക്കും, രാവിലെ അത് വീണ്ടും അണിഞ്ഞുകൊണ്ട് കൈലി മാറ്റി വെള്ളവസ്ത്രവും എടുത്തുകൊണ്ട് ആ സമരജാഥ നയിച്ചിരുന്നു. അത് കണ്ട് കരഞ്ഞ് ടോം പറഞ്ഞു, അച്ഛാ എൻ്റെ നാട്ടിൽ വരുമ്പോൾ, സെലസ്റ്റിൻ പറഞ്ഞു, ടോമച്ച എൻ്റെ വീട്ടിൽ വരുമ്പോൾ അച്ഛൻ ആ തുണി എൻ്റെ ഭാര്യയെ ഏൽപ്പിക്കൂ. ടോം പറഞ്ഞിട്ടോ അതൊന്നും ആവശ്യമില്ല, ഞാൻ തന്നെ ഇത് ചെയ്തു കൊള്ളാമെന്ന്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃത്യതകൾ, അദ്ദേഹത്തിൻ്റെതായ ആ ജീവിതശൈലി. ഈ തോർത്തെടുത്ത മാമന്റെ അനുഭവം തന്നെയായിരുന്നു. തോർത്തെടുത്ത് നടന്നവനാണ് ടോം. സാധാരണക്കാരനൊപ്പം സ്വതമേ ദൈവമായിരിക്കെ ആ മഹത്വം വകവയ്ക്കാതെ
എല്ലാം ഒഴിഞ്ഞു വെച്ച ആ തോർത്തെടുത്ത മാമന്റെ പിൻഗാമിയായിട്ട് ജീവിതകാലം മുഴുവൻ അദ്ദേഹം നമ്മൾക്ക് സാക്ഷീകരിച്ചു, നമ്മളുടെ മധ്യേ ജീവിച്ചു, നമ്മളെയൊക്കെ പ്രേരിപ്പിച്ചു. ആ അർദ്ധനഗ്നായ ഫക്കീർ എന്ന മഹാത്മാഗാന്ധിയുടെയും കൽക്കട്ട തെരുവിലെ 2 സാരികളുടെ അവകാശം മാത്രം ഉടമസ്ഥത വെച്ച് സന്യാസത്തെ ജീവിച്ചു കാണിച്ച മദർ തെരേസയുടെയും പിന്മുറക്കാരനായിട്ട് ഒരു ടോം മത്സ്യത്തൊഴിലാളികളുടെ സംഘാടനത്തിലും പ്രവൃത്തിമുഖത്തിലുമൊക്കെ ആയിട്ട് ജീവിച്ചു എന്നുള്ളത് വസ്തുത. ടോമിന്റെ ആ രൂപം മറക്കാനാവുന്നില്ല. വ്യത്യസ്തപ്പെട്ട കഥകൾ, ഒരുപക്ഷെ പ്ലെയിൻ യാത്രകളുടെ സൗകര്യപ്പെടുത്തുന്നതിലൊക്കെ ഒരു ഇന്റർനാഷണൽ ഭാവം ഉൾക്കൊണ്ടതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുണ്ടായിരിക്കാം. അതൊക്കെ ഓർമ്മയുണ്ടെങ്കിലും ടോം അടിസ്ഥാനപരമായിട്ട് ദാരിദ്ര്യം വരിച്ച് ദരിദ്രപക്ഷം ചേർന്ന് ജീവിച്ചവനായിരുന്നു. ദാരിദ്ര്യത്തെ പുണ്യമാക്കുവാനല്ല, മറിച്ച് ദാരിദ്ര്യത്തെ എതിർക്കുവാൻ, ദാരിദ്ര്യം സംസ്ഥാപിക്കുന്ന വ്യവസ്ഥിതിയെ എതിർക്കുവാൻ, യേശുവിന്റെ ദൈവരാജ്യ ദർശനം, ഗാന്ധിജിയുടെ രാമരാജ്യം, അതുകളൊക്കെ പ്രയോഗത്തിലെത്തിക്കുവാൻ, അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ സാധിച്ചെടുക്കുവാൻ ശ്രമിച്ചത്. ഞാൻ നീട്ടില്ല, ഒന്നുകൂടി. കച്ചയുടത്ത് കിടക്കുന്ന ഈ മാമൻ ഒരു നേരം ആ കച്ച വലിച്ചുരിഞ്ഞു. അത് അരയിൽ ചുറ്റി ഒരു താലവും വെള്ളവും എടുത്ത് ആ മുക്കുവക്കൂട്ടങ്ങളുടെ മുന്നിൽ ആ രംഗം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ടോം ജീവിച്ചിട്ടുണ്ട്. അന്തിമ ഭോജന വേളയിൽ ഈശൻ എന്ന് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് പാടി നിർത്തിയതായ ആ ഭാഗം സ്വന്തം ജീവിതത്തിൽ നിരന്തരമായിട്ട് ആവിഷ്കരിച്ച ഒരു വ്യക്തിത്വമാണ് ടോം. ഒരു നേരത്ത് ആ തോർത്ത് ചുരുട്ടിപ്പിടിച്ച് അദ്ദേഹം ചാട്ടവാറാക്കി യേശുവിനെ പോലെ തന്നെ. മഹാദേവാലയത്തിനകത്തേക്ക് കയറി മേശകൾ തട്ടിമറിക്കുകയും പണം ചിതറിക്കുകയും പ്രാവുകളെ പറത്തിവിടുകയും ആടുകളെ കെട്ടഴിച്ചു വിടുകയും എന്റെ പ്രാർത്ഥനാലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു എന്ന് ആക്രോശിച്ച് ഉഗ്രൂപം ഉൾക്കുകയും ചെയ്ത യേശുവിന്റെ യഥാർത്ഥ പിൻഗാമിത്വം ടോം പല സന്ദർഭങ്ങളിലും തന്റെ ജീവിതത്തിലൂടെ സാക്ഷീകരിച്ചിട്ടുണ്ട്. ഓർത്തെടുക്കുവാൻ ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. പൂത്രപ്പള്ളിയിൽ നിന്ന് മാറ്റിയ ടോമിനെ നാടുകടത്താൻ തിരുവനന്തപുരം രൂപത തീട്ടൂരം ഇറക്കുകയും റെഡംജസ് സന്യാസ സഭ അതിൽ ന്യായീകരണമില്ലെന്ന് ശഠിക്കുകയും പിന്നെയും നിർബന്ധത്തിന് വഴങ്ങി മാറ്റം വിധിച്ചിട്ട് ഇന്ത്യയിൽ എവിടെയും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഓർഡർ അടിച്ചു കൊടുക്കുകയും ചെയ്ത ആ പിൽക്കാല കർദിനാൾ, ഈ സഭയുടെ അന്നത്തെ പ്രൊവിൻഷ്യൽ, ആ സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ അന്ന് നടന്ന തീരദേശ വിശ്വാസ ജാഥകളും തിരസ്കൃത വിശ്വാസ കൺവെൻഷനുമൊക്കെ മറക്കുവാനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒക്കെ ഈ ശരീരത്തോടൊപ്പം കല്ലറയിലേക്ക് സംവഹിക്കപ്പെടുമ്പോഴും മുഴങ്ങുന്ന മത്സ്യമേഖലയിലെ ഒരു ഓംകാര ശബ്ദമുണ്ടല്ലോ. ഇപ്പോൾ ഞാനത് ഉച്ചരിച്ചാലും അലകടൽ പോലെ ഈ കൂട്ടത്തിലെ മത്സ്യത്തൊഴിലാളികൾ ആ ഓംകാര ശബ്ദം ഏറ്റെടുത്ത് പിടിക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാനത് ഓർത്തെടുക്കുന്നു. തങ്ങളുടെ അനുഭവങ്ങളെ മുതലാക്കി മുതലാളിത്തത്തിന്റെ ഉരലിലിട്ടിടിച്ച് കശക്കിയ സാഹചര്യത്തിൽ കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉണർത്തിയ ആ കവിത, ജൂൺ ജൂലൈ ആഗസ്റ്റ് കാലം, മീൻ പെറ്റുപെരുകുന്ന ഒരു കാലം, അരുതേ അരുതേ ഈ കാലത്ത് ട്രോളിംഗ് നടത്തി നശിപ്പിക്കരുതേ ഞങ്ങളുടെ മനസ്സിലെ ചാകരകൾ. ഇവിടെ ഇരിപ്പിലെ ആലപ്പുഴയിലെ പീറ്റച്ചേട്ടൻ, കൊല്ലത്തെ ആൻഡ്രൂസ് ചേട്ടൻ, അഞ്ചുതെങ്ങിലെ ലോറൻസ്, തിരുവനന്തപുരത്തെ ജോണും പീറ്ററും ഒക്കെ ആ ഓംകാരം മുഴക്കി കടലിന്റെ മക്കൾക്ക് വേണ്ടി പോരാട്ടങ്ങൾ നയിച്ചു. കാശ്മീരിൽ നിന്ന് കന്യാകുമാരി വരെയും പ്രൊട്ടക്ട് വാട്ടേഴ്സ്, പ്രൊട്ടക്ട് ലൈഫ്, ജലം സംരക്ഷിക്കൂ, ജീവൻ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉഗ്രമായ